വിശദമായ റിപ്പോർട്ടിലേക്ക്. നടിക്കെതിരെ ആക്രമണം നടത്തിയ പൾസർ സുനി കൊടും ക്രിമിനൽ. ഇയാൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി അടുത്ത ബന്ധമെന്ന് പോലീസ്. നടിയെ കുടുക്കാൻ സുനിൽ ആസൂത്രിത നീക്കമാണ് നടത്തിയത്. വിവരങ്ങളുമായി അജിംഷാദ് ന്യൂസ് റൂമിൽ നിന്നും ചേരുന്നു. അജിംഷാദ്, എങ്ങനെയാണ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം, മുൻകാല ചരിത്രം? അതായത് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന കൊടും ക്രിമിനലായ പൾസർ സുനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുന്നത്. പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. തട്ടിക്കൊണ്ടുപോകലാണ് ഇയാൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന പ്രധാന സംഭവങ്ങൾ. ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട്. പെട്രോൾ പമ്പ് ആക്രമിച്ച് പണം തട്ടുക, ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തി കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പണം സ്വരൂപിക്കുക. ഒപ്പം ഇയാൾ പ്രധാനമായും ചെയ്യുന്നത് ഇത്തരത്തിൽ പ്രമുഖരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ബ്ലാക്ക് മെയിൽ ചെയ്ത് പണമുണ്ടാക്കുക എന്നതാണ് ഇയാളുടെ പ്രധാന ക്രിമിനൽ പ്രവൃത്തി എന്നുള്ള കാര്യം ബോധ്യമായിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം നിരപരാധിയായ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിന്നിൽ ഇത്തരത്തിൽ കൊടും ക്രിമിനലായ പൾസർ സുനിയുടെ ആസൂത്രിതമായ പ്രവർത്തനം മാത്രമാണ് എന്നുള്ളതാണ് ഈ കാര്യങ്ങളിൽ നിന്നും ബോധ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ പീപ്പിൾ ടി വിയുടെ ന്യൂസ് ആൻഡ് വ്യൂസ് പരിപാടിയിൽ സുരേഷ് കുമാറും പറഞ്ഞിരുന്നു തൻ്റെ ഭാര്യയായ നടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. അന്ന് വാഹനം ഓടിച്ചിരുന്ന ആളും പൾസർ സുനിയാണ് എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. നടൻ മുകേഷ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കി ഇയാളെ ഡ്രൈവർ ജോലിയിൽ നിന്ന് മാറ്റിയതാണെന്ന വിവരം കൊല്ലത്ത് നിന്ന് ലഭിക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ക്രോഡീകരിക്കപ്പെടുന്നത്. പോലീസ് ഇക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളെ പിടികൂടാനായി ഇന്ന് തന്നെ പോലീസ് ഇയാളെ പിടികൂടും. ആ രീതിയിലേക്ക് പഴുതടച്ച വലവിരിക്കൽ പോലീസ് സാധ്യമാക്കിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിലോ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെ ഈ പൾസർ സുനിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും പോലീസ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ സുരേഷ് കുമാർ ഇന്നലെ ന്യൂസ് ആൻഡ് വ്യൂസിൽ വെളിപ്പെടുത്തൽ നടത്തി തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിരുന്നു. താൻ അക്കാര്യത്തിൽ വ്യക്തമായ പരാതി നൽകിയിരുന്നു. മുകേഷ് ഏറ്റവും ഒടുവിലായി ഇക്കാര്യം പറയുന്നു. അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം വളരെ വ്യക്തമായി നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. അതായത് ഈ ശക്തികളെയൊക്കെ മറികടന്ന് നിലനിൽക്കാൻ എന്തു പ്രേരണയാണ് അയാൾക്ക് നൽകിയത്? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ലോബിങ് ആണ് അയാൾക്ക് സപ്പോർട്ടായിട്ട് ഉള്ളത്? അത്ര വലിയവനാണോ ഈ പൾസർ സുനി? തീർച്ചയായും. അതായത് പൾസർ സുനിയുടെ പ്രധാന ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഈ വിധത്തിലാണെന്നിരിക്കെ എന്തുകൊണ്ട് പൾസർ സുനി ഈ വിധത്തിൽ തുടർന്നു എന്ന കാര്യവും പൾസർ സുനിയുടെ പിന്നിൽ ഏതൊക്കെ സഹായങ്ങളുണ്ട് എന്ന കാര്യവും പൾസർ സുനിയെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ മനസ്സിലാകൂ. ഇന്നലെ നടിയുടെ വാഹനം ഓടിച്ചിരുന്ന മാർട്ടിൻ എന്ന ഡ്രൈവർ പിടിയിലായിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് പൾസർ സുനിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തിയത്. അയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട അയാളുടെ ആസൂത്രിതമായ നീക്കങ്ങളൊക്കെ പോലീസിന് ബോധ്യമായത്. അതിനുശേഷമാണ് പൾസർ സുനിയെക്കുറിച്ച് കൃത്യമായ അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുന്നത്. നമ്മുടെ മാധ്യമ അന്വേഷണത്തിലും കൃത്യമായും പൾസർ സുനിക്കെതിരെ നിരവധി കേസുകളുണ്ട്. അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് എന്ന് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുടെ ആസൂത്രിതമായ ക്രിമിനൽ പ്രവൃത്തി മാത്രമാണ് ഇത്തരത്തിൽ നിരപരാധിയായ ഒരു നടി ആക്രമിക്കപ്പെടാൻ ഇടയായത് എന്നതാണ് ഈ കാര്യങ്ങളിൽ നിന്നും പ്രധാനമായും ബോധ്യമാകേണ്ടത്. അരുൺ, അജിംഷാദാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കൂടി പിടിയിലായി. കോയമ്പത്തൂരിൽ നിന്നാണ് ആലുവ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്ന് ഇന്ന് പിടിയിലായത് നടി ആക്രമിക്കപ്പെട്ട കാറിലുണ്ടായിരുന്നവരാണ്. ഐജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ്. മുഖ്യപ്രതി സുനിലായുള്ള തിരച്ചിൽ ഊർജിതമാണ്. സുനിൽ പോകാൻ സാധ്യതയുള്ള 20ഓളം കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി KM ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഈ പൾസർ സുനിക്കായുള്ള തെരച്ചിൽ അതാണ് ഏറ്റവും ശക്തമായി ഊർജിതമായി നടത്തുന്നത്. അയാൾ പോകാൻ സാധ്യതയുള്ള 20ഓളം കേന്ദ്രങ്ങളിൽ പോലീസ് അരിച്ചുപെറുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പിടിയിലായവരെ ചോദ്യം ചെയ്യുകയാണോ? എന്തെങ്കിലും സൂചന അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ? അരുൺ, ഇന്ന് രാവിലെയാണ് 2 പേർ പോലീസിന്റെ പിടിയിലാവുന്നത്. കോയമ്പത്തൂരിൽ നിന്നാണ് ഇവർ പിടിയിലാവുന്നത്. ഇവർ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. എന്ന് വെച്ചാൽ ഈ നടി ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഈ കാറിലുണ്ടായിരുന്നവരാണ് ഇന്ന് പിടിയിലായ ഈ 2 പേരും. ഇവരെ ഐജിയുടെ നേതൃത്വത്തിലാണ് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത്. ഇവരുടെ പേര് വിവരമോ മറ്റോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുമില്ല. എന്തായാലും ഇവരെ ചോദ്യം ചെയ്യുന്നതോടെ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മുഖ്യ പ്രതി സുനിൽ ആണ് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഈ സുനിൽ നിയോഗിച്ച
സംഘത്തിൽപ്പെട്ട 2 പേരെയാണ് ഇന്ന് പിടികൂടിയിട്ടുള്ളത്. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ സുനിൽകുമാർ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരുപക്ഷെ സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തു തന്നെയായാലും പോലീസ് ഈ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുനിൽകുമാർ പോകാൻ സാധ്യതയുള്ള 20ഓളം കേന്ദ്രങ്ങളിൽ ഉള്ള ശക്തമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വല്ലതും കടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘം ഇന്നലെ പുതിയ സംഘം രൂപീകരിച്ചിരുന്നു. ഈ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന ADGP B സന്ധ്യ അടക്കമുള്ളവർ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയിട്ടുണ്ട്. അതിന് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ പോലീസ് ക്ലബ്ബിൽ ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയാണ്. IG-മാരുണ്ട്, SP-മാരുണ്ട് അടക്കമുള്ളവരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്നുള്ള അന്വേഷണം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഈ യോഗത്തിൽ ഉയർന്നു വരിക. അതനുസരിച്ചായിരിക്കും ഇനിയുള്ള അന്വേഷണം മുന്നോട്ട് പോവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പിടിയിലാകാൻ അവശേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള വല പോലീസ് വിരിച്ചു കഴിഞ്ഞു. വളരെ സമഗ്രമായി തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തെയോ അല്ലെങ്കിൽ നാളെയോ ഈ പ്രതികളെല്ലാം തന്നെ വലയിലാകാനുള്ള സാധ്യതയാണുള്ളത്. മൊത്തം 7 പ്രതികൾ ഉള്ളതിൽ ഒരാളെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തു. അത് ഡ്രൈവറായിരുന്ന മാർട്ടിനാണ്. ഈ മാർട്ടിനെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരി അത്താണിക്ക് സമീപമാണ് ഈ സംഭവം ഇന്നലെ നടക്കുന്നത്. അതുകൊണ്ട് അവിടങ്ങളിൽ ഉൾപ്പെടെ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. ഇതുകൂടാതെ തിരിച്ചറിഞ്ഞവരിൽ 2 പേരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ ഒരാളെ കൂടി കസ്റ്റഡിയിലാവാനുണ്ട്. മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. ഇന്നത്തോടെ തന്നെ ഈ മുഴുവൻ പേരെയും വലയിലാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ കൃത്യമായ പുരോഗതി ഉണ്ട് അനുകൂലമായ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. ഇവരുടെ ഇന്ന് രാവിലെ പിടിയിലായവരുടെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല. ഒരുപക്ഷെ അവരുടെ പങ്ക് കൂടുതൽ വെളിപ്പെടുന്നതോടെ ഇന്ന് വൈകുന്നേരത്തോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോഴായിരിക്കും ഇവരെ ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ അനുസരിച്ച് 2 പ്രതികൾ കൂടി പിടിയിലായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ക്രിമിനൽ പശ്ചാത്തലം ഉള്ള കൊടും ക്രിമിനലുകളായ വടിവാൾ സലീമും പ്രദീപും ഈ 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഉമേഷ്, തീർച്ചയായും അവർ വലയിൽ ആക്കാൻ കഴിയും എന്നുള്ള സൂചന പോലീസ് രാവിലെ തന്നെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ മാധ്യമങ്ങളോട് അത് നേരത്തെ പങ്കുവയ്ക്കാത്തതായിരിക്കാം. കാരണം സലീം അടക്കമുള്ളവർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം പോലീസിന് സൂചനയുണ്ടായിരുന്നു. അവരുടെ പേര് വിവരങ്ങൾ പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും അത് സംബന്ധിച്ച സൂചനകൾ പുറത്തു വരുന്നത്. ഇവർക്ക് മറ്റേതെങ്കിലും ഈ പറഞ്ഞതുപോലെ കൊട്ടേഷൻ സംഘവുമായിട്ടുള്ള ബന്ധവും മറ്റുമെല്ലാം തന്നെ പോലീസിന് ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഇവർ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നിർവഹിച്ചത്, കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, നേരത്തെ ആസൂത്രണം ചെയ്തപ്പോൾ ഇതിൽ പങ്കാളികൾ ആരെല്ലാം തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. KM ഉമേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ പരാതി ലഭിച്ച ഉടൻ പോലീസ് ശക്തമായി ഇടപെട്ടുവെന്ന കോടിയേരി. കൊച്ചിയിലുണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണ്. കേസിലെ പ്രധാന പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ സഹായിക്കുന്ന തരത്തിലാണ് അന്വേഷണമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ക്രമസമാധാന തകർച്ച വരുത്തി തീർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും കോടിയേരി ദില്ലിയിൽ പറഞ്ഞു. കൊച്ചിയിലുണ്ടായത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു സിനിമാ നടിക്ക് അവരെ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയിട്ടുള്ള ശ്രമം, അതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് വളരെ ശക്തമായി ഇടപെടുകയും അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ തന്നെ പിടികൂടാൻ കഴിഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ കണ്ടെത്താനും യഥാർത്ഥമായി സംഭവത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താനും സഹായകമായ വിധത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റപ്പെട്ടൊരു സംഭവത്തെ അടിസ്ഥാനമാക്കി ക്രമസമാധാന തകർച്ച എന്ന് പ്രചരിപ്പിക്കുന്ന UDF അവരുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ ഭദ്രമായൊരു ക്രമസമാധാനമാണ് ഉള്ളത് എന്ന കാര്യം അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെയിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് സ്ഥാപിക്കാൻ, ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്ത് പ്രതിപക്ഷ നേതാവായിട്ട് തനിക്കാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലാണ് അദ്ദേഹം ഓരോ ദിവസം ഓരോ പ്രസ്താവനകളും സമരങ്ങളുമായി പുറപ്പെട്ടിരിക്കുന്നത്. അതൊന്നും അദ്ദേഹത്തിൻ്റെ UDFൻ്റെ ഭരണകാലത്തെക്കുറിച്ച് ഓർക്കുന്ന ആരും അവരുടെ പ്രചരണം കേരളത്തിൽ വിശ്വസിക്കാൻ പോകുന്നില്ല. നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കൂടി പിടിയിലായി. കോയമ്പത്തൂരിൽ നിന്നാണ് ആലുവ SP നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്ന് ഇന്ന് പിടിയിലായത് നടി ആക്രമിക്കപ്പെട്ട കാറിൽ ഉണ്ടായിരുന്നവർ ആണ്. IG നേതൃത്വത്തിലുള്ള സംഘം ഇരുവരെയും
ചോദ്യം ചെയ്യുകയാണ്. മുഖ്യപ്രതി സുനിലായുള്ള തിരച്ചിൽ ഊർജിതമാണ്. സുനിൽ പോകാൻ സാധ്യതയുള്ള 20ഓളം കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നു. കൊടും ക്രിമിനലുകളായ വടിവാൾ സലീമും പ്രദീപുമാണ് ഏറ്റവും ഒടുവിലായി പിടിയിലായ 2 പേർ എന്നാണ് അറിയാൻ കഴിയുന്നത്. കെ എം ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, എന്താണ് പോലീസ് നൽകുന്ന സൂചനകൾ, ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അരുൺ, ഈ 2 പേർ, ഇന്ന് പിടിയിലായ 2 പേർ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ഇവർ 2 പേരുമാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ മറ്റ് കൂടെ ഉണ്ടായിരുന്നവർ ആരെല്ലാമാണ്, മുഖ്യപ്രതി സുനിൽകുമാറിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇവരിൽ നിന്ന് ലഭ്യമാവുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ രാവിലെ മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇനിയും ചോദ്യം ചെയ്യൽ തുടരും. അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയ ശേഷം വൈകുന്നേരത്തോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത്. ഇവർ ഇത്തരത്തിൽ നേരത്തെ പല കേസുകളിലും പെട്ടവരാണ് എന്നുള്ള സൂചനയും ഉണ്ട്. പ്രത്യേകിച്ച് കൊട്ടേഷൻ സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഈ സുനിൽകുമാർ അടക്കം മറ്റ് ചിലർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. സുനിൽകുമാറാണ് ഇവരെ ഈ കൃത്യത്തിന് നിയോഗിച്ചത് എന്നുള്ള സൂചനയും ഉണ്ട്. അതുകൊണ്ട് തന്നെ സുനിൽകുമാറിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന് മുന്നിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുവേണ്ടിയുള്ള സമഗ്രമായ അന്വേഷണം പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതാണ്. ഇയാൾ പോകാൻ സാധ്യതയുള്ള 20ഓളം സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ സൂചനകൾ, അയാളെക്കുറിച്ചുള്ള സൂചനകൾ ഇതിനകം പോലീസിന് കിട്ടിയിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ ഒരുപക്ഷെ സുനിൽകുമാറിനെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇയാളെ പിടിക്കുന്നതോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ചിത്രവും പോലീസിന് ലഭ്യമാകും. അതേസമയം ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ മാർട്ടിനെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇവർ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തവർ എന്നുള്ള നിലയ്ക്ക് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അരുൺ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു പ്രവർത്തന രീതി, മുൻകാല പശ്ചാത്തലം എന്നാണ് അറിയാൻ കഴിയുന്നത്? കാരണം ഈ തമ്മനം കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ. ഈ പിടിയിലായ 2 പേർ അത്തരത്തിലുള്ള സൂചനകളാണ് നൽകുന്നത് എന്നാണ് അറിയുന്നത്. ഉമേഷ്, തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് കൊട്ടേഷൻ സംഘവുമായുള്ള ബന്ധം സംബന്ധിച്ച് തന്നെ പോലീസിന് ഇനി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുള്ള ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവൂ. ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി അവശേഷിക്കുന്ന മറ്റ് 3 പേർ ഈ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ടവരാണോ, അല്ലെങ്കിൽ ഇത് കൂടാതെ കൂടുതൽ പേരുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുക തന്നെയാണ്. അരുൺ, ഈ പ്രധാന പ്രതിക്ക് വേണ്ടി, പൾസർ സുനിക്ക് വേണ്ടി എങ്ങനെയാണ് പോലീസ് വലവിരിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ അയാൾ മറ്റ് സംസ്ഥാനത്തേക്ക് കടന്നു കളയാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്? നിലവിൽ ഇയാൾ പോകാൻ സാധ്യതയുള്ള 20ഓളം കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് പോലീസിലെ ഉന്നതർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇനി അന്വേഷണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിലയിരുത്തുകയാണ്. അതിനായി ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ ഒരു യോഗവും ചേരുന്നുണ്ട്. ഈ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന ADGP B സന്ധ്യ, ഈ സംഘത്തിൽപ്പെട്ട 2 IG-മാർ, DCP, SP അടക്കമുള്ളവരാണ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ യോഗം ചേരുന്നത്. നിലവിൽ ഈ 3 പേരെ, ഒരാളെ അറസ്റ്റ് ചെയ്യുകയും 2 പേരെ കസ്റ്റഡിയിലും കിട്ടുകയും ചെയ്ത സാഹചര്യത്തിൽ മുഖ്യപ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കണം അന്വേഷണത്തിൻ്റെ രീതി, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോലീസ് പോകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ വിലയിരുത്തുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ യോഗത്തിന് ശേഷം ഇവർ ഇറങ്ങി വരികയാണെങ്കിൽ പ്രതികരിക്കുമോ എന്നുള്ള കാര്യവും നമ്മൾ നോക്കുന്നുണ്ട്. ഇവരുടെ പ്രതികരണം ലഭിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായേക്കാം. ഈ നടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ സംഘത്തിൽ ഉണ്ടായിരുന്ന അംഗങ്ങളിൽ പ്രധാനികളാണോ ഈ പിടിയിലായത്, അതോ ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരാണോ? എന്താണ് ലഭിക്കുന്ന വിവരം? പോലീസ് പറഞ്ഞതനുസരിച്ച് ഈ കാറിലുണ്ടായിരുന്നവർ തന്നെയാണ് ഇന്ന് കോയമ്പത്തൂരിൽ വെച്ച് പിടിയിലായത് എന്നാണ്. അതായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ തന്നെയാണ് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. മൊത്തം 4 പേരുണ്ടായിരുന്നതിൽ 2 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നടിയെ ആക്രമിച്ചവരിൽ പ്രധാനികളായ 2 പേർ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. കെ എം ഉമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കൂടി പിടിയിലായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കോയമ്പത്തൂരിൽ നിന്നാണ് ആലുവ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത്. ഏറ്റവും ഒടുവിലായി ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായത് കൊടും
ക്രിമിനലുകളായ വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ്. തമ്മനം കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ എന്നാണ് പോലീസ് നൽകുന്ന സൂചന. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. തമ്മനം പുല്ലേപ്പടിയിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി എന്ന വാർത്ത കൂടിയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുകയും ചെയ്യുന്നത്. ഉമേഷ്, കൂട്ടിച്ചേർക്കാനുള്ള പുതിയ വിവരങ്ങൾ. അരുൺ, ഈ വാഹനവും പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നലെ പ്രതികൾ സഞ്ചരിച്ച മറ്റൊരു വാഹനം പോലീസ് കണ്ടെടുത്തിരുന്നു. 2 വാഹനം ഉണ്ടായിരുന്നു. അതായത് ഒന്ന്, ഈ സംഭവം നടക്കുമ്പോൾ ഈ നടി സഞ്ചരിച്ചിരുന്ന കാറിനെ മറ്റൊരു വാഹനം വന്ന് ഈ നടിയുടെ വാഹനത്തിൽ ഇടിക്കുകയും പിന്നീട് ഇതിൽ നിന്നുള്ള ഈ വാഹനത്തിൽ നിന്ന് 2 പേരാണ് നടിയുടെ വാഹനത്തിൽ കയറിയത്. നടിയുടെ വണ്ടി ഓടിച്ചിരുന്നയാളെ ഈ വാഹനത്തിലേക്ക് കയറ്റി. അത്തരത്തിലാണ് പിന്നീട് പാലാരിവട്ടത്തേക്ക് ഈ വാഹനം സഞ്ചരിച്ചത്. അതിനു പുറമെ മറ്റൊരു വാഹനം കൂടി ഇവരെ പിന്തുടർന്നിരുന്നു എന്നുള്ള കാര്യവും ഈ നടി മൊഴി നൽകിയ കൂട്ടത്തിൽ ഉണ്ട്. അത്തരത്തിൽ പാലാരിവട്ടത്ത് വെച്ച് ഈ നടിയെ ഉപേക്ഷിച്ച് ഈ സംഘം കടന്നു കളഞ്ഞ വാഹനം, അതാണ് പിന്നീട് ഈ തമ്മനത്ത് ഉപേക്ഷിക്കപ്പെട്ടത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആ വാഹനം കൂടി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടന്ന് ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘത്തിൽപ്പെട്ട 3 പേരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തു. ഒരാളുടെ അറസ്റ്റ് തന്നെ രേഖപ്പെടുത്തി. മറ്റ് 2 പേരുടെ അറസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടെ രേഖപ്പെടുത്തും. ഈ സഞ്ചരിച്ച വാഹനങ്ങളെല്ലാം തന്നെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി മുഖ്യപ്രതിയായ സുനിലിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. എന്തായാലും പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇന്നലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കളായ 10ഓളം പേരെ ചോദ്യം ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലായി ഈ വാഹനത്തിൽ നിന്ന് പ്രതികളുടേതായി അവർ ഉപേക്ഷിച്ചു എന്ന് കരുതുന്ന വസ്ത്രങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് അല്ലെങ്കിൽ പരിശോധന അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മറ്റു പ്രതികളിലേക്ക് വളരെ വേഗം എത്തിപ്പെടും എന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും പോലീസ് അത്തരത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ അല്പം കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വാർത്തയായിട്ട് വരുന്നത്. നേരത്തെ പോലീസിന് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അവരുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇന്നലെ തന്നെ ഈ പോലീസിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അക്കാര്യം അറിയിച്ചതാണ്. ഇതിൽ കൃത്യമായ അനുകൂലമായ പുരോഗതി ഇന്നലെ തന്നെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ പേരെയും കുറിച്ച് ഏതാണ്ട് സൂചനകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തെളിവുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇന്നലെ തന്നെ പോലീസ് നമ്മളോട് പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും 2 പേരെ കൂടി കസ്റ്റഡി എടുക്കാനും ഇത്തരത്തിൽ വാഹനങ്ങൾ കണ്ടെത്താനും എല്ലാം കഴിഞ്ഞത്. അത്തരത്തിലൊരു നേട്ടമായി തന്നെ നമുക്ക് കാണാനാകും. ഇനി അവശേഷിക്കുന്നത് ഈ പ്രധാനപ്പെട്ട പ്രതിയെ പിടികൂടുക എന്നുള്ളത് മാത്രമാണ്. ഇത്തരത്തിൽ ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്നത് വിലയിരുത്താനായി ഇവിടെ യോഗം ചേരുമ്പോൾ തന്നെ ഈ മുഖ്യപ്രതി സുനിലിന് വേണ്ടി 20ഓളം കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സമാന്തര രീതിയിൽ പല രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അരുൺ, ഈ പൾസർ സുനി എന്ന സുനിൽകുമാർ പെരുമ്പാവൂർ സ്വദേശി ഉൾപ്പെടെ 6 പേരെയാണ് അന്വേഷിക്കുന്നത് എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. ഉമേഷ്, ഇതുവരെ എത്ര പേരാണ് പിടിയിലായിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇനി പിടിയിലാകാനുള്ളത് പോലീസിന്റെ ലിസ്റ്റ് അനുസരിച്ച് എത്ര പേരാണ്? 7 പേർ ഉണ്ട് എന്നുള്ളത് അവസാനം ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിന്റെ ഒരു സ്ഥിരീകരണം അങ്ങനെയാണ്. 7 പേർ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെ ഇതിൽ 7 പേരിൽ ഒരാളെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 പേരെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തു. അവരുടെ അറസ്റ്റ് ഇന്ന് വൈകിട്ടോടെ ഉണ്ടാകും. ഇതുകൂടാതെ മറ്റ് സുനിൽകുമാർ അടക്കം 3 പേരെ കൂടിയാണ് ഇനി കിട്ടാനുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ പ്രധാനപ്പെട്ട യോഗം അവസാനിച്ചിരിക്കുന്നു. IGമാരുടെയും ADGP വിളിച്ച ഈ യോഗം അവസാനിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. IG വിജയൻ പോയി കഴിഞ്ഞു. റൂറൽ SP AV ജോർജ് സഞ്ചരിക്കുന്ന വണ്ടിയാണ് ഇത്. ഞങ്ങളുടെ പ്രതി KM ഉമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇക്കാര്യത്തിൽ നിയോഗിച്ചിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും പുറത്തേക്ക് വരാനുള്ള സാധ്യത, ഒരുപക്ഷെ അവർ മാധ്യമങ്ങളോട് സാധ്യത നിലനിൽക്കുന്നു. സിനിമാ മേഖലയിലെ ഉന്നതരുടെ എന്തെങ്കിലും ഇടപെടലിനെ കുറിച്ച് ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ? അത് പറയാം. അത് അന്വേഷണം ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, ഒരു ദിവസമായിട്ടുള്ളൂ. മറ്റുള്ളവരെ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പലരും ഇപ്പോൾ തുറന്ന് പറയുന്നുണ്ട്. ഇതിന് മുമ്പ് നടിയെ തട്ടിക്കൊണ്ട് പോയി ആക്രമിച്ച സംഭവത്തിൽ ഏറ്റവും ഒടുവിലായി 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. വടിവാൾ സലീം, പ്രദീപ് എന്ന അറിയപ്പെടുന്ന 2 കൊടും ക്രിമിനലുകൾ കൂടിയാണ് ഏറ്റവും ഒടുവിലായി അറസ്റ്റിലായിട്ടുള്ളത്. 2 പേരെ കോയമ്പത്തൂരിൽ നിന്ന് രാവിലെ
പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം തമ്മനം പുല്ലേപ്പടിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പ്രതികളുടെ വസ്ത്രങ്ങൾ കണ്ടെടുത്തു. ഫോറൻസിക് പരിശോധന അവിടെ നടക്കുന്നുണ്ട്. പ്രധാന പ്രതിയായ പൾസർ സുനിൽ എന്ന സുനിൽകുമാറിലേക്ക്, പെരുമ്പാവൂർ സ്വദേശിയായ സുനിൽകുമാർ എന്ന പൾസർ സുനിയിലേക്ക് വളരെ വേഗം പോലീസ് എത്തിച്ചേരുമെന്ന സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കാരണം ADGP ബി സന്ധ്യയുടെ മേൽനോട്ടത്തിൽ IG ദിനേന്ദ്ര കശ്യപ് നേരിട്ട് അന്വേഷിക്കുന്ന കേസ് കൂടിയാണ് ഇത്. വ്യത്യസ്ത അന്വേഷണ അംഗങ്ങളായി തിരിഞ്ഞ് വിവിധ മേഖലകളിലാണ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. കോയമ്പത്തൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ സുനി താമസിക്കാൻ സാധ്യതയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ 20ഓളം കേന്ദ്രങ്ങളിൽ ആണ് പോലീസ് പരിശോധന നടത്തുകയും ചെയ്തത്. ഞങ്ങളുടെ പ്രതിനിധി KM ഉമേഷ് ചേരുന്നു. ഉമേഷ്, IG ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ, ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ IG ദിനേന്ദ്ര കശ്യപിന്റെ മേൽനോട്ടത്തിലാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത്. അദ്ദേഹമാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്തെങ്കിലും മാധ്യമങ്ങളോടായി പറഞ്ഞോ ഈ ഘട്ടത്തിൽ? ദിനേന്ദ്ര കശ്യപും IG വിജയനുമാണ് ഇപ്പോൾ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് വന്നത്. അതിൽ ദിനേന്ദ്ര കശ്യപാണ് നമ്മളോട് സംസാരിച്ചത്. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ പേർ വലയിലായിട്ടുണ്ടോ, ഇതിൽ കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം ഒറ്റ മറുപടി മാത്രമാണ് പറഞ്ഞത്. എല്ലാം അന്വേഷണത്തിലാണ്, പതിയെ വിവരങ്ങൾ അറിയിക്കാം എന്ന ഒരു പ്രതികരണം മാത്രമാണ് IG-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം നിലവിൽ പങ്കുവച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അരുൺ, അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടമായതുകൊണ്ട് തന്നെ കേസിനെ സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പോലീസിന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കേസിനെ അത് ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ബാധിക്കും എന്ന കാര്യത്തിലെങ്കിലും നമ്മുടെ അന്വേഷണത്തിൽ ലഭിക്കുന്ന ജനറൽ ആയിട്ടുള്ള വിവരങ്ങൾ എന്താണ് ഈ പ്രതികളെ സംബന്ധിച്ച്? അരുൺ, നിലവിൽ 3 പേരെയാണ് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഒരാൾ ഡ്രൈവറായ മാർട്ടിനാണ്. ഇയാളാണ് ഇവരുടെ സുനിൽകുമാറിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് വാഹനം ഓടിക്കുകയും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇയാളുടെ പങ്കാളിത്തം. അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർട്ടിൻ്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഇതുകൂടാതെ ഇന്ന് രാവിലെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് ഈ കാറിൽ മൊത്തം 4 പേരുണ്ടായിരുന്നതിൽ ഉള്ള 2 പേരെയാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അപ്പോൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഈ 2 പേർ എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവർ കൊട്ടേഷൻ സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 2 പേർ ആരൊക്കെയാണ് എന്നുള്ളത് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സുനിൽകുമാറിനെ കുറിച്ചും പോലീസിന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. നടിയുടെ മുൻ ഡ്രൈവറാണ് ഇയാൾ. ഇത്തരത്തിൽ നിരവധി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യവും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, സമാന രീതിയിലുള്ള കേസുകൾ ഇയാളുടെ പേരിൽ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് വ്യക്തമായിരിക്കുന്ന വിവരം. ഇയാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിൻ്റെ ദൗത്യം. അതിനുവേണ്ടി പോലീസ് വലവിരിച്ചു കഴിഞ്ഞു. 20ഓളം ഇയാൾ പോകാൻ സാധ്യതയുള്ള 20ഓളം കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. അതിപ്പോഴും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രീതിയിൽ ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് വിലയിരുത്താനാണ് ഇപ്പോൾ ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ ഇവിടെ ആലുവ പോലീസ് ക്ലബ്ബിൽ യോഗം ചേർന്നത്. ആ യോഗം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ IG ദിനേന്ദ്ര കശ്യപും റൂറൽ SP AV ജോർജുമാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. അന്വേഷണം ഒരുപക്ഷെ ഇയാൾ സുനിൽകുമാർ പോകാൻ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിലേക്കും പോലീസ് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ഔദ്യോഗികമായി ഇതൊന്നും പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. 7 പ്രതികളുള്ള കേസിൽ 3 പേരെ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റ് 2 പേരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ അറസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടെ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരുപക്ഷെ സുനിൽകുമാറിനെ കുറിച്ചും നിർണായകമായ വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ ഇയാളും പോലീസ് വലയിലാകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അരുൺ, ഒരു കാര്യം കൂടി ഉമേഷ്, ഈ 7 പേർക്കും സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് എന്നാണ് നേരത്തെ പോലീസ് പറഞ്ഞിരുന്നത്. പലരും ഡ്രൈവർമാരുമായും മറ്റും സെറ്റിൽ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ സിനിമാ മേഖലയിലുള്ള ആർക്കെങ്കിലും വേണ്ടിയാണോ ഇവർ ആസൂത്രണം ചെയ്തത് എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? കാരണം അത്തരത്തിൽ വലിയ തരത്തിൽ അഭ്യൂഹങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. തീർച്ചയായും അത് സംബന്ധിച്ചാണ് ഇപ്പോൾ IG-യോട് നമ്മളൊരു ചോദ്യം ചോദിച്ചത്. സിനിമാ മേഖലയിലേക്ക് ഈ അന്വേഷണം പോകുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ തരത്തിലും അന്വേഷിക്കും എന്നുള്ളത് പറയുമ്പോൾ ആ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ചോദ്യം അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ രീതിയിലും ആ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
കെ എം ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവത്തിൽ 2 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. വടിവാൾ സലീം, പ്രദീപ് എന്ന കൊടും ക്രിമിനലുകളാണ് ഏറ്റവും ഒടുവിലായി പിടിയിലായത്. ഇടവേളയാണ്. കലാകാരികൾക്ക് രാത്രികാലങ്ങളിലുള്ള സുരക്ഷിത യാത്രകൾക്ക് എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നടനും MLA-യുമായ മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. നടികൾക്ക് വേണമെങ്കിൽ വനിതാ പോലീസിന്റെ സംരക്ഷണം തേടാം. ഈ സൗകര്യങ്ങൾ എല്ലാവരും ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയിലുള്ള അല്ലെങ്കിൽ കലാകാരനായിട്ടുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ഇതേ കണക്ക് ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു നമ്പർ തരും. ആ നമ്പറിൽ വിളിക്കണം. ആ പോകുന്ന വഴി അത് പോലീസ് ശ്രദ്ധിക്കും, ചെല്ലുന്ന വഴി ശ്രദ്ധിക്കും, ആ പോകുന്ന ഡ്രൈവറിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ, നടികൾ ആണെങ്കിൽ, ഇനി സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും ഒക്കെ നടികൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഒരു വനിതാ പോലീസിനെ കൂടെ വിടാൻ വരെ നമ്മുടെ പോലീസ് തയ്യാറാണ്. അതിനുവരെയുള്ള സംവിധാനങ്ങൾ DGP ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫെസിലിറ്റീസ് ഒന്നും ആരും ഉപയോഗിക്കാതിരിക്കരുത്.